സന്തോഷം എന്ന് പറയുന്നത് അതിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കൺസെപ്റ്റ് എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ്, ഇത് നമ്മുടെ പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പൊതുവെയുള്ള ഓഡിയൻസ് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം അതിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയുമ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തായാലും ഇതിൽ എന്ത് ഡെഡിക്കേറ്റഡ് ആയ ചൊറിയുന്ന ആൾക്കാർ എന്നാലും അവരുടെ ഡെഡിക്കേഷന് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഹായ്, ഞാൻ ദീപ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു Q&A സെഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടൊരു വീഡിയോയും പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. അധികമൊന്നും വന്നില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. പക്ഷേ വന്നതെല്ലാം നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിലൊരു ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി മന്ത്ലി പ്ലാൻസ് ഞാൻ ചെയ്തിരുന്നു. എല്ലാ മാസവും ആദ്യത്തെ ദിവസം ഈ മാസം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം അത് എനിക്കും ഒരു ബൂസ്റ്റായിരുന്നു. പക്ഷെ ഞാനത് ജനുവരി വരെ ചെയ്തുള്ളൂ. പിന്നെ ഫെബ്രുവരി മാർച്ച് ഞാനത് വിട്ടുപോയതാണ്. ശരിക്കും ഗോൾസ് ഇല്ലായിരുന്നു. ഫെബ്രുവരി മാർച്ച് ഞാനിവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്, എന്താണ് എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ ഒരു ഡൗൺ ആയി പോയ 2 മാസങ്ങളാണ്. ഫെബ്രുവരി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. പിന്നെ മാർച്ചിൽ ഞാൻ അത്യാവശ്യം പൊങ്ങി വന്നു. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തേക്കാം, ഏപ്രിലിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതാണ് കാര്യം. നമ്മൾ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിപ്പോയി. എനിക്ക് തന്നെ അറിയത്തില്ല എന്താണ് എന്നുള്ളത്. ഗോൾസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഗോൾസ് ഉണ്ട്. പിന്നെ അതൊരു വലിയ ഇപ്പം ഈ പറയുന്ന പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗോൾ എന്ന് പറഞ്ഞാലല്ല. നമ്മളൊരു മാസം തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കണം ഓക്കെ ഈ മാസം ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം പ്രത്യേകിച്ചൊരു ഗോളില്ല. അല്ല എനിക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, എനിക്ക് ഇന്നത് ചെയ്യണമെന്നില്ല. എനിക്ക് സുഖ ജീവിതമാണ് ഇപ്പം. സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കുന്നു, എന്തെങ്കിലുമൊക്കെ ഓൾറെഡി മീൽ പ്രിപ്പ് ചെയ്തത് ഫ്രിഡ്ജിൽ കാണും, പത്യാവശ്യം പിള്ളേരെയൊക്കെ വിട്ടിട്ട് പിന്നെ ഞാനിങ്ങനെ ഇരിക്കും, എന്ത് ചെയ്യണം, ചുമ്മാ ഫോൺ സ്ക്രോൾ ചെയ്ത് സമയം പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 മാസം ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ സ്ക്രോൾ ചെയ്ത് തന്നെ പോട്ടെ, അതൊരു ഗിൽറ്റ് ഫ്രീ ആയിട്ട് സ്ക്രോൾ ചെയ്ത് പോട്ടെ. അത് കഴിഞ്ഞ് വഴിയെ ഞാൻ ഇങ്ങനെ ഫീൽ ഗുഡ് മൂവീസ് ഇരുന്ന് കാണാൻ തുടങ്ങി. പഴയ സിനിമയില്ലേ കൽഹോനഹോ അങ്ങനെയൊക്കെയുള്ള പഴയ സിനിമകളൊക്കെ ഇരുന്ന്, വന്ദനം, ഓം ശാന്തി ഓശാര, ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പണി. ഒരു ദിവസം ചിലപ്പോൾ 2-3 സിനിമയ്ക്ക് ഇരുന്ന് കാണും. കാരണം വേറെ ജോലിയൊന്നുമില്ല. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയുടെ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി ഒരു പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ബാക്ക് ടു സിനിമാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കും. ഇത് തന്നെ ജോലി കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ അങ്ങനെ തന്നെ പോട്ടെ കുറച്ച് നാൾ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കരമായ ഒരു ബേൺ ഔട്ടിൽ കൂടിയാണ് പൊക്കോണ്ടിരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അത് ഇന്നൊന്നും ഒന്നും തുടങ്ങിയൊന്നുമല്ല. ഒരു 10 വർഷമല്ല, ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം തൊട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്നിന്ന് ഒരു റെസ്റ്റ് ഇല്ലാണ്ട് അടുത്തതിൽ നിന്ന് ഒരു റെസ്റ്റ് ഇല്ലാണ്ട് അടുത്തത് പർപ്പസ്ഫുള്ളി അല്ലേ പോലും എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. പല കാര്യങ്ങളും ഇങ്ങനെ ഒത്തിരി ട്രോമാറ്റിക് എന്നൊക്കെ പറയാമെന്ന് അറിയത്തില്ലെങ്കിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അത് ഒരു റിഫ്ലക്റ്റ് ചെയ്യാണ്ട് അടുത്തയിലേക്ക്, അത് കഴിഞ്ഞ് അടുത്തയിലേക്ക്, എന്നിട്ട് എന്തോ ഒന്ന് തപ്പിക്കൊണ്ട് ഇങ്ങനെ ഓടുന്ന കണക്കായിരുന്നു എൻ്റെ ഒരു ലൈഫെന്ന് ഞാനിപ്പം ഒന്ന് റിയലൈസ് ചെയ്യുന്നു. അതൊരു ജനുവരി ഫെബ്രുവരി ടൈമിലാണ് ഒന്ന് റിയലൈസ് ചെയ്തതും. ഫെബ്രുവരി മാസം അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ ഇരുന്ന് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നില്ല, അയ്യോ എന്നൊരു അവസ്ഥയിൽ. അപ്പം ഒരു ബേൺ ഔട്ട് ഫേസിൽ നിന്ന് നമ്മൾ ഈ ഒരു 10-20 വർഷം സ്ട്രേറ്റ് ഉണ്ടായ ഭയങ്കരമായ, എനിക്കറിയത്തില്ല ഇത് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനുള്ളൊരു ഫേസ് ആയിട്ടാണ് ഞാനിപ്പം കാണുന്നത്. അങ്ങനെ തന്നെ പോട്ടെ, കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. അതിന് ഫിലിം വാച്ച് ചെയ്യുന്നത് ഗുണകരമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് പോകുന്ന പോലെ പോട്ടെ, മറ്റേ അടിച്ച വഴിയെ പോയില്ലേ പോകുന്ന വഴിക്ക് അടിക്കാന്ന് പറയുന്ന കണക്കത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. അപ്പം ഞാനിപ്പോൾ വളരെ സ്ലോ ഡൗൺ ചെയ്യുന്നൊരു പരിപാടിയിലേക്കാണ് പോകുന്നത്. ഇനി പയ്യെ അടുത്തടുത്ത പ്രോസസ്സ്, അതായത് ഈ ഒരു മൈൻഡ്ഫുൾനെസ് ആവട്ടെ, ബീങ് ദ പ്രസന്റ് എന്ന് പറയുന്ന സംഭവമാവട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, അല്ലെ എന്താണ് എനിക്ക് വരുന്ന ഇമോഷൻസ് എന്താണ്, അല്ലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കുറച്ച് വട്ടാവും. എങ്കിലും ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ ഞാൻ പോകുന്നത്. അപ്പം അങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്തുവായിരുന്നു. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഗോൾസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പം ഒരു ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് കുറച്ചൊന്ന് സ്റ്റേബിളായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഉടനെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിൽ തീരുമാനിച്ചാണ്. അത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഫെബ്രുവരി മാർച്ച് എനിക്ക് കുറേ ടൈം എടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ജോലി എന്ന് പറയുന്ന ഒരു സംഭവം ഞാനിപ്പം തൽക്കാലം ആലോചിക്കുന്നില്ല. പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്ത്, ഈ ജോലിനെ റിലേറ്റ് ചെയ്ത് എനിക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് പിന്നെ ഇതിൽ വന്നായിരുന്നു. ഒന്ന് പിന്നെ ഈ മാരീഡ് ലൈഫിനെ പറ്റി, സൊസൈറ്റിയുടെ പ്രഷർ, ജോലിയൊന്നും ആയില്ലേ എന്നുള്ളതിനെ പറ്റി, പിന്നെ
പിന്നെന്താണ് ഹസ്ബൻഡിൻ്റെ മുന്നിൽ പൈസയ്ക്ക് കൈ നീട്ടുന്ന കാര്യത്തെ പറ്റി, പിന്നെ ഞാനിപ്പോൾ ഏൺ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്ന ആളിപ്പം എന്ത് ഫീൽ ചെയ്യുന്നു, ഡൗൺ ആണോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ജലസ് ആണോ, അങ്ങനെയുള്ള പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, ഇപ്പം അങ്ങനെ അല്ല. അപ്പോൾ അതെന്താണ് എൻ്റെ അഭിപ്രായം. പിന്നെ സ്ത്രീകൾ വീട്ടു ജോലി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു അഭിപ്രായം. ഇതുപോലുള്ള നല്ല കട്ടി ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനാണ്, 2 കുട്ടികളുടെ 5 വയസ്സിന് താഴെ പ്രായമുള്ള 2 കുട്ടികളുടെ അച്ഛനാണ് ചോദിച്ചേക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രൊഫഷണൽ ലൈഫ് അലോങ് വിത്ത് കരിയർ എങ്ങനെയാണ് ഈ നാവിഗേറ്റ് ചെയ്യുന്നത് വീട്ടിലെ, കാരണം പുള്ളിയുടെ വൈഫ് നേഴ്സാണ്, അപ്പം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്ന എന്തെങ്കിലും പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നേ, കാരണം എൻ്റെ പൊതുവേ ഉള്ള ഓഡിയൻസ് സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം അതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയുമ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നോണ്ടായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്തായാലും ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല, എങ്കിലും ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. സോ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുക എന്നതാണ് ഏപ്രിലെ ഏറ്റവും ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത്. നമുക്ക് ഏപ്രിൽ പ്ലാൻ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇത് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ്, അപ്പം നമുക്കൊരു ഊർജ്ജം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ക്വസ്റ്റ്യനും കണ്ടുപിടിച്ച് ഞാൻ തന്നെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് കരുതിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അപ്പോൾ അത് വ്യക്തമായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ശരിക്കും നമ്മളിരുന്ന് എഴുതണമല്ലോ, എന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുക. പിന്നെ ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതൊരു പക്ക സ്ക്രിപ്റ്റഡ് സാധനമല്ല, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വേഗമായി പോകും, സമയം കുറേ എടുക്കും. ഞാൻ കുറേയധികം ബ്ലാ പറയുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. എന്നെ ടാർഗറ്റഡ് ആയിട്ട് വന്ന് എസ്സേ കണക്കിന് നെഗറ്റീവ് കമൻറ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാനപ്പോൾ ആലോചിക്കും എന്ത് ഡെഡിക്കേറ്റഡ് ആയ ചൊറിയുന്ന ആൾക്കാർ. എന്നാലും അവരുടെ ഡെഡിക്കേഷന് സമ്മതിച്ചു കൊടുക്കണം. കാരണം വീഡിയോസ് എല്ലാം കണ്ട് ഞാൻ പറയുന്നതിന് എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ച് ശരിക്കും നമ്മളെ തൊലിയുരിഞ്ഞ് പോകും ചില കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാനതങ്ങ് ഹൈഡ് ചെയ്ത് വെക്കും, അതുകൊണ്ടാണ് ആരും കാണാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏപ്രിൽ പ്ലാൻസിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ചെയ്യണം, നല്ല കിടുക്കാച്ചി വീഡിയോസ് ചെയ്യാനുള്ള ഐഡിയാസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ എല്ലാ ചോദ്യങ്ങളും കൂടെ ഒരൊറ്റ വീഡിയോ ആക്കി കളയും. ശരിക്കും ഇത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ചോദിച്ചേ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവട്ടെ, ഹസ്ബൻഡ് ഫ്രണ്ടിൽ കൈ നീട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാവട്ടെ, നമുക്കത് റിലേറ്റബിൾ ആണ്. എനിക്ക് മാത്രമല്ല, ഒത്തിരി ആൾക്കാർക്ക് റിലേറ്റബിൾ ആണ്. ശരിക്കും ഇതൊക്കെ എങ്ങനെയാണോ, പിന്നെ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു സംഭവമാട്ടെ, ഇപ്പോഴുള്ള സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിനൊത്ത് നമ്മൾ പോകാൻ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ക്ലാഷ് ഉണ്ട്. നമ്മുടെ പ്രാക്ടിക്കാലിറ്റിയും സൊസൈറ്റിയുടെ ഇതും തമ്മിൽ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പം നമുക്കത് ശരിയാവുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ളൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു കോൺഫ്ലിക്റ്റ് എനിക്കുള്ള കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടൊരു അവസരമാണ് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ അത് പിന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഹോളി വീക്കാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പള്ളിയിൽ അങ്ങനെ ഭയങ്കരമായി പള്ളി പോകാറുണ്ട്, പക്ഷെ സൺഡേസ് ഒന്നും അങ്ങനെ കൃത്യമായിട്ട് പോകുന്ന ആളൊന്നുമല്ല. പിള്ളേരുടെ കൂടെ വല്ലപ്പോഴൊക്കെ പോയെങ്കിലായി. കാരണം എനിക്ക് ഒരു കൊറോണ ആ ടൈം തൊട്ട് എനിക്ക് തീരെ വയ്യ. എനിക്ക് അവിടെ പള്ളിയിൽ പോയിട്ട് ഒരിടത്ത് ഇങ്ങനെ കുറേ നേരം നിൽക്കുകയാണ്. നമുക്കൊരു 1.5 മണിക്കൂർ കുർബാന കാണും. അപ്പോൾ അത്രയും നേരം നമുക്ക് നിൽക്കാനും പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ഇരിക്കുവാണെങ്കിൽ തൊട്ടപ്പുറപ്പുറമുള്ള ആൾക്കാർ വന്ന് തട്ടിമുട്ടി കഴിയുമ്പം പിന്നെ സൺഡേ എന്ന് പറയുമ്പം കിടപ്പിടെ എന്നുള്ളതാണ്. കാരണം പള്ളി പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒന്നിനും കൊള്ളത്തില്ല, എവിടെയെങ്കിലും കിടക്കാം, അത്രേ ഉള്ളൂ. തന്നെ ഇവിടെ പിടിച്ച് കയറും. സോ അതുകൊണ്ട് ഞാനിങ്ങനെ പോവാതെ പിന്നെ അത് അങ്ങ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയ ഒരു മട്ടിലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പിന്നെ ഇടയ്ക്ക് നമ്മളൊരു എത്തീസ്റ്റ് ആ ഒരു പാതയിലേക്കും ഒക്കെ ഒന്ന് സഞ്ചരിച്ച് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് എന്താ പറയുന്നത്, ആ ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് പോയാനേ എന്നുള്ളൊരു റിയലൈസേഷനിലാണ്. ഇപ്പോഴും ഒരു റാഷണലിസ്റ്റ് ചിന്തയൊക്കെ തന്നെയാണ് എൻ്റെ തലയിലുള്ളത്. എങ്കിൽ പോലും എനിക്ക് ഒരു എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ മൂത്ത ആളുടെ ഒരു റുബല്ലയുടെ ഒക്കെ ഇഷ്യൂ വരുന്ന സമയം വരെ എനിക്കുണ്ടായിരുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു റിലീജിയസ്, ആ ഒരു സ്പിരിച്വൽ തോട്ട്സ് എന്നൊക്കെ വന്നിരുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ഹോപ്പ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിശ്വസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലൊന്ന് ലീൻ ചെയ്യാനോ ആയിട്ടുള്ളൊരു സംഭവം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതൊന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത്. ഇപ്പോൾ എനിക്കൊന്ന് ഒരു 5 വർഷത്തോളമായി. അതിനുശേഷം ബാക്ക് ടു ആ ഒരു നൊസ്റ്റാൾജിക് പരിപാടിയിലേക്കൊക്കെ പോകാമെന്ന് പറയുന്നത് ഒന്ന് ഹെൽത്ത് അനുവദിക്കുന്നില്ല, പക്ഷേ മനസ്സുണ്ട്. അപ്പോൾ അതിലേക്കൊരു തിരിച്ചുപോക്കാണ് ഈ ഒരാഴ്ച ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ ഓശാനയ്ക്കാണെങ്കിലും പോയി കുറച്ചു നേരം നിന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോഴേ കഴുത്തുവേദന എടുക്കാൻ തുടങ്ങി. പക്ഷേ
പിന്നെ എപ്പോഴും ഇതിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ ഒരു ഇതുപോലെ ഈ ഹോളി വീക്ക് പോലെ ഭയങ്കര ബഹളമയമായ ഒരു സമയത്ത് പോയിട്ട് കാര്യമില്ല. അല്ലാതെ ഒരു സമാധാനമുള്ള സമയത്ത് ഒരു ധ്യാനം കൂടാനോ അല്ലെങ്കിൽ ഒരു ആരാധനയുടെ സമയത്ത് പോകുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം അത് ഒരു പ്ലാനാണ്. അതായത് നമ്മുടെ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിലേക്ക് എന്തെങ്കിലും ഒരു 5 മിനിറ്റ് എങ്കിലും പോയിരിക്കുക, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു 5 മിനിറ്റ് നമ്മൾ പഴയ ഒരു രീതിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു പ്ലാനാണ്. പിന്നെ ഉള്ളത് ആനിയുടെ ആദ്യ കുർബാനയാണ് നെക്സ്റ്റ് മന്ത്, അതായത് മെയ് 1st സൺഡേ. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നയുടെ ആദ്യ കുർബാന ഈ നമ്മുടെ വീട് പാലുകാച്ചിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. വീട് പാലുകാച്ചെന്നായിരുന്നു, അതിൻ്റെ 2 ദിവസത്തിന് ശേഷം കണ്ടായിരുന്നു അന്നയുടെ ആദ്യ കുർബാന. അപ്പോൾ അതിന് വലിയൊരു കാരണം വീട് പാലുകാച്ചായിരുന്നു അന്ന് ഹൈലൈറ്റ്. അതിൻ്റെ ഒരു അനുബന്ധ ചടങ്ങ് പോലാണ് അത് നടത്തിയിരുന്നത്. പക്ഷേ ആനിയുടേത് ഈ കൊറോണയൊക്കെ കാരണം ആനിയുടെ ബർത്ത്ഡേസും ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു. അതായത് നമ്മൾ പിള്ളേരുടെ ഇപ്പം അന്നയുടെ ആണെങ്കിലും ഫസ്റ്റ് ബർത്ത്ഡേ ഒന്നും നമ്മൾ ആഘോഷമായിട്ട് നടത്തിയിട്ടില്ല. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ കൊച്ചിന് ഫസ്റ്റ് ബർത്ത്ഡേ നടക്കുമ്പോൾ അത് അറിയാനുള്ളൊരു തലയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവളുടെ ഞങ്ങൾ 5ാമത്തെ ബർത്ത്ഡേ ആണ് നല്ല ഗ്രാൻഡായിട്ട് നടത്തി. അത്യാവശ്യം റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊരു ഹോളൊക്കെ എടുത്ത് നടത്തിയത് അവളുടെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ആനി ജനിച്ചപ്പോൾ ആനിയുടെ നമ്മൾ 5ാമത്തെ ബർത്ത്ഡേ നമുക്ക് ഗ്രാൻഡായിട്ട് നടത്താം. പക്ഷേ ആനിയുടെ 5ാമത്തെ ബർത്ത്ഡേയുടെ സമയത്താണ് ഈ കൊറോണയൊക്കെ കൊടുമ്പുരി കൊണ്ട് നിൽക്കുന്നൊരു സമയം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് നടത്തിയിട്ടില്ല. പിന്നെ ഉള്ളത് ഇനി ആനിയുടെ ഒരു ചടങ്ങെന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു ആദ്യ കുർബാനയാണ്, ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയും. അപ്പം അത് കുറച്ച് ഗ്രാൻഡായിട്ട് നടത്താം. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അങ്ങനെ നാടടക്കം വിളിക്കുന്നൊന്നുമില്ല. തൊട്ടടുത്തുള്ള ആൾക്കാരെ വിളിക്കുന്നുണ്ട്, കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്, വളരെ കുറച്ച് അടുത്ത ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. പിന്നെ കൂടുതലും ബന്ധുക്കളെയാണ് വിളിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ചടങ്ങാണ്. പള്ളിയിൽ ഒരു 2 മണിക്കൂർ കുർബാന കാണും, അത് കഴിഞ്ഞ് ഒരു പരിപാടി. അപ്പം അതിന് അങ്ങനെ ഞാനിപ്പം പുതിയൊരു സാരി എടുക്കുക അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. ഇവിടെ തന്നെ ഒത്തിരി സാരി ഇരിപ്പുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സാരി അതിനൊരു ബ്ലൗസ് എടുക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ കാര്യം വരുന്നുള്ളൂ. അന്നേയും പുതിയ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ചിലപ്പോൾ എടുക്കായിരിക്കും. എന്തായാലും ഞാൻ തയ്ക്കുന്നില്ല, എനിക്ക് വയ്യ തയ്ക്കാനായിട്ട്. പിന്നെ ഉള്ളത് ആനിയുടെ ആദ്യ കുർബാന ഡ്രസ്സാണ്. അന്നയുടെ ആദ്യ കുർബാന ഡ്രസ്സ് തയ്ക്കുന്നതിൻ്റെ ഒരു സീരീസ് പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കയ്യിലിടുന്ന ഗ്ലൗസും തലയിൽ വയ്ക്കുന്ന വെയിലും എല്ലാം മെഴുകുതിരിയും എല്ലാം ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇവിടെ തലയിൽ വെക്കുന്ന മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നെറ്റ് ഇടുന്ന സംഭവം ഇവിടെ വെക്കുന്ന സാധനം കൂടെ ചേർന്നിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് തന്നെ തരും. തിരിയാണെങ്കിലും പള്ളിയിൽ നിന്ന് തന്നെ തരും. പിന്നെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഡ്രസ്സിങ്ങനെ ഞാൻ ഇവളോട് ചോദിച്ചു എന്താടി വേണ്ടത്, വൈറ്റ് ഡ്രസ്സാണ് നെറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മ നെറ്റ് പ്ലീസ് നെറ്റ് വെക്കരുത്, എനിക്ക് കുത്തിക്കൊള്ളും, ഞാൻ കംഫർട്ടബിൾ അല്ല, എനിക്ക് ഫുൾ ഡേ നിൽക്കണമെങ്കിൽ എനിക്ക് സാറ്റിൻ മതി, സാറ്റിനിൽ ചെയ്താൽ മതി, അതിൽ ഒരു ഏരിയ പോലും നെറ്റ് വരാൻ പാടില്ല, ചെറിയ രീതി പോലും നമുക്ക് അവിടെ ഇവിടെയും കുത്തുന്ന രീതി പാടില്ല എന്നാണ് അവൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് നോക്കണം, എനിക്ക് തോന്നുന്നു അവളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ ഏരിയയിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം. അപ്പം നമുക്ക് ഇവിടെ ഒന്നും ഒരു വർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്ലെയിൻ സാറ്റിനിൽ എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവളെനിക്കൊരു ഓഫ് ഷോൾഡർ മാതിരിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഫുൾ കൈയൊക്കെ ഉള്ള ഒരു ഡ്രസ്സാണ് എനിക്ക് അവൾ വരച്ച് തന്നെ. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ ചേർക്കാം എൻ്റെ സൈഡിൽ. അപ്പോൾ അവൾ വരച്ച് തന്ന് എത്രത്തോളം എനിക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതുപോലെ ഒരെണ്ണം തയ്ക്കണം. അപ്പോൾ അതിനുള്ള തുണി എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ഓൾറെഡി ഈ മാമുദീസയുടെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തുണി ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതൊന്നും തപ്പണം. ഇല്ലെങ്കിൽ ഈ ഫസ്റ്റ് വീക്ക് ചെയ്യേണ്ടത് എൻ്റെ ബ്ലൗസിനുള്ള തുണി എടുക്കണം, ഇവളുടെ ഇത് ഡ്രസ്സിന് തുണി എടുക്കണമെങ്കിൽ അതെടുക്കണം. പിന്നെ ഈ ഒരു ഹോളി വീക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെതായ രീതിയിൽ, അതിന് ഭയങ്കര പിടിവാശിയും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെതായ രീതിയിൽ ബാക്ക് ടു ബേസിക്സ് ഇൻ സ്പിരിച്വൽ ഇതിലേക്ക് കുറച്ചും കൂടെ റിലീജിയസ് ആവുക എന്നുള്ളതാണ്. എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇനി സെക്കൻഡ് വീക്ക് നമ്മുടെ ഈ തയ്യലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഏപ്രിൽ സെക്കൻഡ് വീക്ക് മിക്കവാറും തയ്യലും കാര്യങ്ങളും എല്ലാം ശരവേഗത്തിൽ തീർക്കേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ഭയങ്കര ഉഴപ്പാണ് തയ്ക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് വീക്ക് ഈ ഹോളി വീക്ക് തന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കറങ്ങാനൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബിജുവിന് നല്ല കട്ടപ്പണിയാണ്. ലീവ് എന്ന് പറയുന്ന സാധനം കിട്ടുമെന്ന് തോന്നില്ല. ലീവ് കിട്ടും, പക്ഷേ ലീവ് കിട്ടിയാലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. ഇപ്പോൾ തന്നെ രാത്രി 2 മണിക്കൊക്കെയാണ് പുള്ളിയുടെ ഒരു റൂട്ടീൻ ഇരിപ്പ്. അപ്പോൾ പിന്നെ ആ പരിപാടി നടക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ പരിപാടികൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താം. പിന്നെ ഇതിനിടയ്ക്ക് കൊച്ചുങ്ങളെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം. കാരണം അന്നയ്ക്ക് ഈ ഒരു മാസം മാത്രമേ അവധിയുള്ളൂ. ഈ ഒരു മാസം അവധിയല്ല, ഇവർക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ സ്കൂൾ അവധി എനിക്ക് തോന്നുന്നു ഇനി മെയിൽ ക്ലാസ് ഉടനെ പിന്നെ തുടങ്ങും. ഇപ്പം ഇന്നലെ അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് വീക്ക് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി തേർഡ് വീക്ക് ആകുമ്പോഴത്തേക്കും പയ്യെ വീടൊക്കെ ഒതുക്കാൻ തുടങ്ങണം. കാരണം അത്യാവശ്യം ആൾക്കാർ വരും. തലേന്ന് തന്നെ വരാനായിട്ട് കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പിള്ളേരെല്ലാം കൂടെ കൂടിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം വീട് ക്ലീനിങ് അതിപ്പോൾ എൻ്റെ ഒരു ചുമതലയാണല്ലോ.
ഈ ഒരു എന്താണ് പണ്ടപ്പടപ്പ് ക്ലീൻ ചെയ്യണമെങ്കിൽ കുറേ പണിയുണ്ട്. അതായത് ഞാനൊരു സൈഡിൽ നിന്ന് ഒതുക്കി വരും, അടുത്തൊരു സൈഡിൽ നിന്ന് അത് വീണ്ടും പഴയപടിയാകും. കാരണം നമുക്കൊരു ആരോഗ്യത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഹെൽപ്പ് ആളെ വെക്കാം എന്നൊക്കെ ബിജു പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഇത് വെക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനായി, ഈശ്വര ഇനി ഇവരെയും കൂടെ മാനേജ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു 3rd വീക്ക് ഞാനൊന്ന് സെറ്റാക്കാം, എന്നിട്ട് 4th വീക്ക് ആളെ കൊണ്ടുവന്ന് ഇപ്പം എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ പെയിൻ്റടി കാര്യങ്ങളൊന്നുമില്ല, കാരണം ഓൾറെഡി വീട് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു ടച്ചപ്പൊക്കെ നടത്തിയോണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും തറ, ബാത്റൂം അതുപോലുള്ള. കാരണം ഞാൻ തറ ഇങ്ങനെ എപ്പോഴും തുടയ്ക്കുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ ആരോഗ്യം അനുവദിക്കുന്ന പോലെ വർഷത്തിലോ 6 മാസം കൂടുമ്പോഴോ ഒക്കെയാണ് ഞാൻ തറ തുടയ്ക്കുന്നത്. എനിക്ക് പറ്റാറില്ല. അപ്പോൾ അതൊക്കെയുള്ളൂ പ്രശ്നങ്ങളല്ല, അതൊക്കെയുള്ളൂ ചെയ്യാനുള്ളത്. അപ്പോൾ 3rd വീക്ക് 4th വീക്ക് ഡീക്ലട്ടറിങ്, ഓർഗനൈസിങ്, പിന്നെ ക്ലീനിങ്. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എങ്കിലും ആൾക്കാർ വന്നു കഴിയുമ്പോൾ അയ്യേ എന്ന് പറയുന്നു, ആ ഒരു രീതിയിൽ സെറ്റാക്കി എടുക്കണം. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ റീഡിങ് നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും വായിക്കണം. ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, എനിക്ക് വായിക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ബുക്കിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തു വെച്ചു. അതിലേറ്റവും ബെസ്റ്റ് ഹീൽ ചെയ്യാൻ പാകത്തിനുള്ള ബുക്സിൻ്റെ ലിസ്റ്റ് എടുത്തു വെച്ചു. പക്ഷെ ഇതുവരെ തുടങ്ങിയില്ല വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് വായിക്കും നിർത്തും. ഒരു ഇൻട്രസ്റ്റിംഗ് ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ബുക്ക് കൂടാണ്ട് ഇപ്പോൾ വേറെ 2 ബുക്കും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അത് വരണം. അപ്പോൾ മീൻവൈൽ ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് ഹാപ്പിനെസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സവി ശർമ്മയുടെ ഒരു ബുക്കാണ്. ഇത് വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത് മറ്റേ ചെതലരിച്ചു തുറക്കാതെ. അപ്പോൾ ഇപ്പം ഞാനത് വായിച്ച് ഈ ഒരു ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. ഏകദേശം കാണാൻ ഓക്കെ, ഡിസ്കവറിങ് യുവർ പർപ്പസ്. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. അപ്പം അതൊരു വലിയ വിൻ ആണ് കേട്ടോ. അതായത് അവിടം വരെയൊക്കെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. എനിക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് അതിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കൺസെപ്റ്റ് എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ്, ഇത് നമ്മുടെ പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കാൻ തുടങ്ങി. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പഴയ റീഡിങ് കുറച്ച് തുടങ്ങണം. അതിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു 10 മിനിറ്റ്, രാത്രി കിടക്കുന്നതിന് ഒരു 10 മിനിറ്റ്, ഇത്രേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പയ്യെ ഇൻട്രസ്റ്റ് കയറി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫുൾ ഡേ വായനയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ആ ഇൻട്രസ്റ്റിലേക്ക് വരണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടായിരുന്നെങ്കിൽ വരുമായിരുന്നു. ഇപ്പം എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഫോൺ സ്ക്രോൾ ചെയ്യണം, അതാണ് എൻ്റെ ഒരു. അപ്പോൾ അതിന് ഞാൻ ഒരു ഗിൽറ്റ് എനിക്കില്ല. ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു ഗിൽറ്റില്ല. ഒരിടക്ക് അതും ഒരു ഗിൽറ്റായിരുന്നു. ഞാൻ ചെയ്യുന്നത് ഇതൊരു ശരി തെറ്റ്, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ചട്ടക്കൂടിയിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അത് ശരിയാണ് എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇതിനിപ്പോൾ എന്താ തെറ്റ് പോട്ടെ. ഇങ്ങനെ നമുക്കിപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് നമുക്കതിപ്പോൾ മാറ്റാനോ പിടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. സോ പോകുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് അടിച്ചു നോക്കാം, ആ ഒരു അവസ്ഥയാണ്. പിന്നെ ഉള്ളത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ഗാർഡനിങ്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ പറയാം. അതായത് ഗാർഡനിങ് ഞാൻ ഭയങ്കര ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗാർഡനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, എനിക്ക് യൂട്രസ് പ്രൊലാപ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാനൊരു 3 വർഷമായിട്ട് റിങ് ഇട്ടാണ് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് 3 മാസം കൂടുമ്പോൾ ഈ റിങ് മാറ്റണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തിയായിട്ട പ്രോസസ്സാണ്. അത് ഒരുവിധം ലേഡീസിന് എല്ലാവർക്കും അറിയാം. ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് PV ചെയ്യാനായിട്ട് നമ്മൾ പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുമല്ലോ. അപ്പോൾ ആ ഒരു പേടിപ്പിക്കുന്ന ഒരു മൊമെൻ്റ് എല്ലാം 3 മാസം കൂടുമ്പോഴേ എനിക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ട്രോമാറ്റിക് സാധനം പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ജാനുവരി ആയപ്പോൾ ഞാൻ ഡോക്ടറിനോട് പോയി പറഞ്ഞു, എൻ്റെ ഡോക്ടർ എനിക്ക് മതിയായി, ഞാൻ ഇതൂരി നോക്കട്ടെ, റിമൂവ് ചെയ്യട്ടെ, എന്നിട്ട് കാരണം ഇതെനിക്ക് തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഞാൻ മെൻസ്ട്രൽ കപ്പ് പോലും യൂസ് ചെയ്യാറില്ല, കാരണം ഈ ഒരു ധൈര്യക്കുറവ് കാരണം. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇത് റിമൂവ് ചെയ്തോളൂ, കാരണം എനിക്ക് ഇൻഫെക്ഷൻ ആവുന്നുണ്ട്. ഈ 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ പോലെ ആവുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ച് അതും ഉള്ള റീസണാണ്. പിന്നെ ഈ 3 മാസം കൂടുമ്പോൾ നോർത്ത് വെച്ച് പോയി നോക്കുക, ഡോക്ടറിൻ്റെ സൗകര്യം എൻ്റെ സൗകര്യം ഒക്കെ നോക്കി അവിടെ എത്തുക എന്ന് പറയുമ്പം മിക്കവാറും 3 മാസം എന്നുള്ള 4 മാസവും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ റിമൂവ് ചെയ്തു. ജാനുവരി കുഴപ്പമില്ലായിരുന്നു, ഫെബ്രുവരിയും കുഴപ്പമില്ലായിരുന്നു. അപ്പോഴാണ് ഫെബ്രുവരിയിലാണ് ഞാൻ പയ്യെ മറ്റേ ഗാർഡനിങ് ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് നമ്മൾ ഇങ്ങനെ മണ്ണ് കളയ്ക്കുകയും മണ്ണെടുത്ത് പൊക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തെങ്കിലും ഞാനത് വലിയ കാര്യമാക്കിയില്ല. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാർച്ച് ആയപ്പോഴാണ് ഞാൻ പയ്യെ മുകളിലോട്ട് കയറിയത്, ടെറസിൻ്റെ മുകളിൽ കുറേ ക്ലീനിങ്ങും കുറേ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കി. അപ്പം കഴിഞ്ഞ ആഴ്ച എന്താ ചെയ്യുന്നത്, വെള്ളത്തോടെ ഞാൻ ചെടിച്ചട്ടി എടുത്ത് പൊക്കി. അതൊരു 5 ചട്ടി ഞാൻ പൊക്കി മാറ്റി വെച്ചു. അന്ന് വൈകിട്ട് എൻ്റെ അവസ്ഥ വളരെ ഭീകരവും ഭയാനകവുമായിരുന്നു.
അതിനുശേഷം എനിക്ക് ഇതുവരെ എവിടെയും അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ഒരു ഹെവിനെസ് ആണ് താഴോട്ടെ. ഇത് ഫസ്റ്റ് ഡിഗ്രി തന്നെയാണ്, പക്ഷേ എങ്കിൽ പോലും ഒന്നും നമുക്ക് പുറമേ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ഭയങ്കര ഒരു പ്രയാസമാണ്. പിന്നെ എൻ്റെ വണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രയാസം ഫീൽ വന്നപ്പം എനിക്ക് പിന്നെ ഗാർഡനിങ്ങിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു, അതായത് ഗാർഡനിങ് നിർത്തും എന്നുള്ളതല്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കുമോ അല്ലെങ്കിൽ കുത്തിയിരിക്കുമോ, നമ്മളിപ്പം എന്തെങ്കിലും കളിക്കാനൊക്കെ ആയിട്ട് കുത്തിയിരിക്കുക, നമ്മൾ ചെറിയ സ്റ്റൂളൊക്കെ ഇട്ടിട്ടാണെങ്കിലും ഇരിക്കുന്ന ആ ഒരു ഇത് നമുക്ക് പ്രയാസമാണ്. അപ്പം അങ്ങനെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ കുറച്ച് 2 അടി പുറകോട്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഗാർഡനിങ് ഞാനിപ്പോൾ എൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് വെക്കുന്നില്ല. അതുപോലെ എനിക്ക് ഈ മാസം ഒത്തിരി പണികൾ അല്ലാണ്ടുണ്ടല്ലോ. ക്ലീനിങ് ഒക്കെ തന്നെ എങ്ങനെ ചെയ്ത് തീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് 2 മിനിറ്റ് നിന്നാൽ ഒരു അരമണിക്കൂർ കിടക്കണം. കാരണം ഇരുന്നാലും പറ്റില്ല, എനിക്ക് കിടക്കണം. ആ ഒരു അവസ്ഥയിലായിപ്പോയി. എന്നാൽ ഇപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവരും പറയുന്നുണ്ടെന്നാൽ പോയി തിരിച്ചു പോയി റിങ് ഇടാം. പക്ഷേ എനിക്ക് ആ ഒരു ആലോചിക്കാൻ പറ്റുന്നില്ല. മേ ബി ചിലപ്പോൾ എനിക്കൊരു രക്ഷയില്ലെങ്കിൽ ഞാൻ പോയി റിങ് ഇടുമായിരിക്കും. എങ്കിലും എനിക്ക് ആ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മളിത് റിമൂവ് ചെയ്യാൻ പോകണം, അല്ലെ അതായത് വേറെ എണ്ണം ഇടണം, വേറെ ഇത് ക്ലീൻ ചെയ്തിട്ട് ഇടണം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ആവും. കാരണം ഒരു എക്സ്റ്റേണൽ ബോഡി ആണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഗാർഡനിങ്ങിൽ വലിയ ഒരു ഫോക്കസ് നമ്മൾ ഈ മാസം കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ വാച്ച് ഓടിച്ച് ഒത്തിരി വലിയ ഒരു വീഡിയോ ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ചെയ്താണ്. ആൻഡ് നീനു ഇങ്ങനൊരു വീഡിയോ സജസ്റ്റ് ചെയ്തതിൽ ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഏപ്രിൽ തുടങ്ങാം. ഇതൊക്കെയാണ് പ്ലാൻസ്, നമ്മുടെ ആദ്യ കുർബാനയും കാര്യങ്ങളും. പോരെ.